മുതൽ ഇന്ന് വരെ മാതാവും ജ്യേഷ്ഠനും പറയുന്നത് മാത്രം കേട്ടു. പറയുന്നതെല്ലാം അനുസരിച്ചു. പറഞ്ഞവരെ ഒക്കെ കൊന്നു. ആണത്തം കൊണ്ട് ഒരുത്തൻ നേടിയ പെണ്ണിന്റെ പങ്ക് വെട്ടാൻ പറഞ്ഞതും ചെയ്തു. പഴികളും പരിഹാസങ്ങളും പരാതിയില്ലാതെ കേട്ടു. ആപത്തുകളിൽ കൈക്കരുത്തുകൊണ്ട് ഉടപ്പറപ്പുകളെ കാത്തു. കുരുക്ഷേത്രത്തിൽ പാണ്ഡവർ ഭയന്ന 100 കൗരവരിൽ ഒരാളെ പോലും നിങ്ങളുടെ നേർക്ക് വരാൻ അനുവദിക്കാതെ 100 പേരെയും ഈ കൈകൾ കൊണ്ട് കൊന്നു. അതിൽ ദുര്യോധനനെ സംഗ്രാമ നിയമങ്ങൾ മുഴുവനും തെറ്റിച്ച് നിങ്ങൾക്ക് വേണ്ടി തുടക്കടിച്ചു വീഴ്ത്തി. ഇതിൽ കൂടുതൽ എന്തനുസരണമാണ് ജ്യേഷ്ഠനെയും കൂടപ്പുറപ്പുകളെയും ഭീമസേനൻ ബോധ്യപ്പെടുത്തേണ്ടത്? എന്നിട്ടും എന്റെ മകൻ മരിച്ചത് കടർക്കിതൻ മാത്രമല്ല, അഭിമന്യും ശ്രുതകീർത്തിയും അടക്കം നമ്മൾ 5 പേരുടെയും മക്കൾ. അതെ, അഭിമന്യുവും ശ്രുതകീർത്തിയും സുതസോമനും ഒക്കെ മരിച്ചെങ്കിൽ അവരെല്ലാം പോരാളിക്ക് അർഹതപ്പെട്ട വീരങ്ങൾ ഏറ്റുവാങ്ങി ഉചിതമായി സംസ്കരിക്കപ്പെട്ടു. മാഗധരും ശൂദരും വാർത്തകൾ പാടി രക്തസാക്ഷികൾ എന്ന മഹാസ്മാരകങ്ങളായി ഉലകം കണ്ടതിൽ വെച്ച് ഏറ്റവും ഉചിതമായ ഉദകക്രിയകൾ ഏറ്റുവാങ്ങി ചിതാഹൃദയങ്ങളിൽ ജ്വലിച്ചമർന്നു.